സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മധ്യേ നിന്നുകൊണ്ട് അമ്മ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറയപ്പെടുവാനായിട്ട്. ഈശോയുടെ മരണത്തിൽ ഭയപ്പെട്ടിരുന്ന, ഇനി തങ്ങൾക്ക് ആരുമില്ല എന്ന് കരുതി തങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ഭയാകുലരായിരുന്ന ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ച് ചേർത്തിരുത്തി ആത്മാവിനെ അവരുടെ മേൽ അഗ്നിയായി വർഷിക്കുവാൻ കാരണമായി തീർന്ന പരിശുദ്ധ അമ്മ, ഈ നിമിഷം നാം ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരുടെ ഇടങ്ങളിലേക്ക്, അവർ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അവരുടെ രോഗാവസ്ഥകളിലേക്ക്, കടബാധ്യതകളിലേക്ക്, ജോലിസ്ഥലങ്ങളിലേക്ക്, പഠന മേഖലകളിലേക്ക് എല്ലാം ആത്മാവിനെ വർഷിക്കുന്ന സമയമാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഈ മണിക്കൂറുകളിൽ ഇവിടെ അഗ്നി വർഷിക്കപ്പെടുവാനായിട്ട്, നമ്മുടെ വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിലുള്ള എല്ലാ അശുദ്ധിയും ഇല്ലാതായി തീരുവാനായിട്ട് ഏറ്റവും തീഷ്ണതയോടെ നമുക്ക് ആഗ്രഹിക്കാം. നമ്മളിവിടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ ഏറ്റവും പൂർണ്ണതയോടെയുള്ളതാവാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മാത്രമുള്ളതാവാനായിട്ട് സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമ്മളോടൊപ്പമുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്നത്, പരിശുദ്ധ അമ്മ യൗസേപ്പ് പിതാവിനെ വിധേയയായി ജീവിച്ച് ഉണ്ണീശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രിയപ്പെട്ടവനായി വളർത്തിയെടുത്തതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താൻ, നമ്മുടെ കൊച്ചുമക്കളെ വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട്, നമ്മുടെ സഹോദരങ്ങളുടെ അയൽക്കാരുടെ ഭവനങ്ങളിൽ വിശുദ്ധിയും സ്നേഹവും സമാധാനവും പുലരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, നമ്മളോട് ഇഷ്ടക്കേടുള്ളവർ, നമുക്കിഷ്ടക്കുറവുള്ളവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട്, ആരോടും യാതൊരു വിധത്തിലുമുള്ള വിരോധമില്ലാതെ, ശത്രുതയില്ലാതെ, സ്നേഹം മാത്രം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഗ്നി നമ്മുടെ ഭവനങ്ങളിലേക്ക് നിറയുവാൻ എസെക്കിയേൽ പ്രവചനം 5-ാം അധ്യായം 4-ാം തിരുവചനം, ബലിപീഠത്തിൽ നിന്നുയർന്ന അഗ്നി ഇസ്രായേലിലെല്ലാം ഭവനങ്ങളിലേക്കും വ്യാപിച്ചു എന്നവർ. ഉൽപ്പത്തി പുസ്തകം ഓർമ്മിപ്പിക്കുന്നത് പോലെ ആദിയിൽ വെള്ളത്തിനും ഇത് ചലിച്ചുകൊണ്ടിരുന്ന ദൈവ ചൈതന്യം, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഉറക്കെ പാടി പ്രാർത്ഥിക്കാം. പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമാ
വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. ശിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ 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 ഈശോയെ ഒരുക്കിയ തിരുഗണത്തെ സംരക്ഷിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളിൽ മധ്യസ്ഥയായി വർത്തിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളുടെ പ്രതിസന്ധികളിൽ ആശ്രയമായിട്ട്, നമ്മുടെ മക്കളുടെ വേദനകളിൽ, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളുടെയൊക്കെ വേദനകളിൽ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ കണ്ണുനീർ വാർത്ത പരിശുദ്ധ അമ്മ നമുക്ക് അനുഗ്രഹമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്ന വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാ അഭിഷിക്ത വൈദികർക്കും വേണ്ടിയിട്ട്
തിരുസഭ മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട്, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനായിട്ട്, നമ്മുടെ മക്കൾ വിശുദ്ധ അൾത്താരയിൽ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധരായ വൈദികരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള വിളിയുണ്ടാകുവാനായിട്ട്, വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തിരുക്കുടുംബത്തിന്റെ നാഥയായ പരിശുദ്ധ അമ്മയെ, സമാധാനത്തിന്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകുവാനായിട്ട്, അസമാധാനത്തിൻ്റെ, അശാന്തിയുടെ എല്ലാ അരൂപിയും മാറിപ്പോകുവാനായിട്ട്, നസ്രശ്രീ തിരുക്കുടുംബം പോലെ ഏറ്റവും വിശുദ്ധീകരിക്കപ്പെട്ടതും ഏറ്റവും സ്വസ്ഥതയും സമാധാനവും ഉള്ള ഭവനങ്ങളായി, സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളായി ഞങ്ങളുടെ ക്രൈസ്തവ കുടുംബങ്ങളെല്ലാം മാറുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ തിരുക്കുമാരനിലേക്ക് അമ്മയുടെ വിശുദ്ധ മാധ്യസ്ഥത്താൽ നയിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളിവിടെ ആയിരിക്കുന്ന ഈ സ്ഥലത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ അമ്മയുടെ വലിയ കൃപ യാചിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുവാൻ, ഈ വിശുദ്ധാലയത്തിലൂടെ ഇതുവരെ കടന്നുപോയിട്ടുള്ള എല്ലാ മക്കളുടെ ജീവിതങ്ങളെയും ഇനിയും കടന്നു വരുവാനിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് യാചിച്ചുകൊണ്ട്, ഈ IMS അമ്മയോടൊപ്പം ശുശ്രൂഷ ചെയ്ത എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ വന്ന് കടന്നുപോയ എല്ലാ പിതാക്കന്മാരെയും, എല്ലാ വൈദികരെയും, എല്ലാ സമർപ്പിതരെയും പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്, ഈ ആലയവുമായി ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോയി ഇതിൻ്റെ ഓരോ അതിർത്തിയിലും ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അനുഗ്രഹങ്ങൾ നിറയുവാൻ യാചിച്ചുകൊണ്ട്, ഈ ആലയത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച് ഈശോയിലേക്ക് നയിക്കണമേ. അവരുടെ എല്ലാ സങ്കടങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ ബുദ്ധിമുട്ടുകളെയും മണിക്കൂറുകളിൽ എടുത്തു മാറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് ഈ സ്ഥാപനത്തെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട്, എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശു മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. നമുക്കിരിക്കാം. ഈ മണിക്കൂറിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഏറ്റവും ലളിതമായ വിശ്വാസത്തോടെ, ഏറ്റവും സിമ്പിളായിട്ട് ഇത് കിട്ടും, ഞാൻ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി ഇത് വാങ്ങിച്ചു തരുമെന്നുള്ള 100% ഉറപ്പിൽ വേണിരിക്കാൻ. ഞാൻ എന്ത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാനിത് വന്നു, ഇത് എനിക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ പരിശുദ്ധ അമ്മയിലൂടെ ഇതെനിക്ക് നടത്തിത്തരും, അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന്. ചിലപ്പോൾ ഈശോ ഇങ്ങനെ നമുക്കിനി സമയമായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവിടെയും പരിശുദ്ധ അമ്മ അതങ്ങ് പോയി ചോദിച്ചു മേടിച്ചോ എന്ന് പറഞ്ഞ് കാനായിലെ ഭവനത്തിൽ ആ ജോലിക്കാരെ പറഞ്ഞു വിടുന്നത് പോലെ അമ്മ നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ലളിതമായ വിശ്വാസത്തിൽ, കൂടുതൽ അതിൻ്റെ വലിയ തിയോളജി, വലിയ ദൈവശാസ്ത്രം ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കിട്ടുമോ ഇല്ലയോ, സംശയം ഒരു ലെവലേശം പോലും ഇല്ലാതെ നിങ്ങൾ ചോദിച്ചോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോയാൽ മതി. ഞാൻ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. അത് എൻ്റെ കൊച്ചു ജീവിതത്തിലെ അനുഭവങ്ങളും ഈ അടുത്ത് ഞാൻ കേട്ട കാര്യങ്ങളൊക്കെയാണ്. ഈ എൻ്റെ കാലിൽ, എൻ്റെ ഇടത്തെ കാലിൽ 4 ആണിയുണ്ടായിരുന്നു. ആണി രോഗം അറിയാമല്ലോ അല്ലേ? അതിങ്ങനെ എവിടെ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് 1 2 3 4 അത് കാലിൻ്റെ പല ഭാഗത്ത് വന്നിട്ട് എനിക്കിതിങ്ങനെ കാല് ചവിട്ടി
നടക്കുമ്പോൾ വേദന എടുക്കുന്നു. ഇപ്പം നമ്മൾ കുർബാനയ്ക്ക് കയറുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെരുപ്പിടാത്തോടത്ത് വരുമ്പോൾ ഒരു ചെറിയ ഈ വയറ് ഇതിൻ്റെ കേബിൾ കിടക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മുട്ട സൂചിയോ കല്ലോ ആണിയൊക്കെ ഉണ്ടെങ്കിൽ ആ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇതൊക്കെ വന്നിട്ടുണ്ടാകും, ചെറിയ അനുഭവങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആണിയൊക്കെ വന്നില്ല, ചിലർ കൂടിയിട്ട് സർജറി ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിങ്ങനെ എൻ്റെ കാലിലത് കൂടിക്കൂടി വരുന്നു. 4 കഴിഞ്ഞ് 5-ാമത്തെ വരാൻ പോകുന്നു. അവിടെ ആശുപത്രി കാണിച്ചപ്പോൾ അവരാദ്യം ഇങ്ങനെ കീറിക്കളണം, പിന്നെ എന്തോ ഒട്ടിച്ച് വെച്ചിട്ട് എടുത്ത് കളയാൻ, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. അങ്ങനെ കുറേ പലരും ഒത്തിരി ആൾക്കാർ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ആയുർവേദം, ഹോമിയോ, അങ്ങനെ ഒത്തിരി മരുന്നുകളൊക്കെ ഉപദേശിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് കുറയുന്നില്ല, ഇത് കൂടിക്കൂടി വരുന്നുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എപ്പോഴും, ഞാൻ വീട്ടിൽ ചെന്നാൽ അമ്മ ഇങ്ങനെ കാലിൽ കുരിശ് വരച്ച് അമ്മ ആ കാല് വെച്ച് പ്രാർത്ഥിക്കുക. കുറേ അമ്മയുടെ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതിനുശേഷം അമ്മ ഒരു ദിവസം കുരുമുളക് ഒഴിഞ്ഞ്, നിങ്ങളുമൊക്കെ പലരും വിശ്വാസത്തിൽ ഇങ്ങനെ ചെയ്യുന്ന അമ്മ മണർകാട് പള്ളിയിൽ, മണർകാട് അറിയാലോ അല്ലേ, കോട്ടയം മണർകാട് ഇന്നലെ വലിയ റാസയും തിരുനാളും ഒക്കെയാണ്. മണർകാട് മാതാവിന് അമ്മ ഈ കുരുമുളക്, അത് അമ്മ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നില്ല, അമ്മ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടുവാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, കാലിൽ ആണിയുള്ളത് എനിക്കാണ്. അമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസം അങ്ങ് അത്രയും മുകളിലൊന്നുമില്ല, അമ്മ ചെയ്യട്ടെ എന്നൊരു രീതിയിലാണ് ഞാൻ നിൽക്കുക. അമ്മ അത് ഒഴിഞ്ഞ് കൊടുത്തു വിടുന്ന എൻ്റെ ചേട്ടായിയുടെ കയ്യിലാണ്. ഇത് മണർകാട് പള്ളി കൊണ്ടിടുന്ന ചേട്ടായിയാണ്, ഓർത്തോണം. ഞാനിവിടെ, അമ്മയുടെ, ചേട്ടനിവിടെ, മണർകാട് പള്ളിയുടെ. ഇത് 4ഉം തമ്മിൽ ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. ഈ അമ്മ എന്നെ ഓർത്ത് ഈ കുരുമുളക് ഒഴിഞ്ഞ് ചേട്ടായിയുടെ കൈ കൊടുത്തു വിട്ട് ചേട്ടായി മണർകാട് പള്ളി കൊണ്ടുവച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ കാലിലെ ആണി പോകുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈവയ്ക്കുക. ഉറപ്പില്ലാത്ത എല്ലാവരും കൈവെക്കണം. കാരണം ആർക്കെങ്കിലും കണ്ട് ബോധ്യപ്പെടാനുണ്ട്, കയറി വരാം. എൻ്റെ കാലിൽ ഇന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഏറ്റവും ക്ലീനായിട്ട് കൃത്യമായിട്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞ നുണയാണെന്ന് നിങ്ങൾ വിചാരിക്കുള്ളൂ. ഞാനത് പറഞ്ഞാൽ കാരണം അതിൽ വിശ്വാസം ആരുടെയാ? എന്നെക്കാളും കൂടുതൽ എനിക്ക് ഉറപ്പാണ് അമ്മച്ചിയുടെ വിശ്വാസമാണ്, അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. അമ്മച്ചി അവിടെ ഇരുന്നാണ്, അമ്മച്ചി മണർകാട് മുത്തിയമ്മ അമ്മച്ചിയുടെ കൂടെ ഉണ്ട്. അന്ന് ഉള്ള വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ അമ്മച്ചി ചെയ്യുന്നതാണ്. ചേട്ടായിക്ക് അത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ചേട്ടായി അമ്മച്ചി പറഞ്ഞതിൻ്റെ പേരിൽ ചേട്ടായി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു വൈദിക സഹോദരൻ, എൻ്റെ കൂടെ തന്നെയുള്ളൊരച്ഛൻ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഓരോ തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഇല്ല വചനപ്രഘോഷണത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ നടക്കുന്ന ചില അത്ഭുതങ്ങളെ പറ്റി, ചില കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് തിയോളജിക്കലായിട്ട് യോജിക്കാനാവുന്നില്ല, ദൈവശാസ്ത്രപരമായിട്ട് എനിക്ക് യോജിക്കാൻ. അപ്പം ഞാൻ ചുമ്മാ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമായിട്ട് പറഞ്ഞു, അച്ഛനിങ്ങനെ തിയോളജിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സാധാ വിശ്വാസം ഉണ്ടെങ്കിലേ തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ തരുള്ളൂ, വലിയ തിയോളജിയായിട്ട് നമ്മൾ ചെന്നാൽ ചിലപ്പോൾ നമുക്കൊന്നും തരികയില്ല, അതുകൊണ്ടാണ് നമുക്കൊക്കെ കിട്ടാതെ പോകുന്നത്. അന്നേരം ആ അച്ഛൻ തന്നെ അച്ഛൻ്റെ ഒരു അനുഭവം പറയണം. അച്ഛൻ്റെ ചേട്ടൻ്റെ കൊച്ച് വൈകുന്നേരം ആയപ്പോൾ രാത്രി എന്തോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്നിട്ട് കൊച്ചു ഭയങ്കര കരച്ചിൽ. ആര് കൊച്ചിനെ എടുത്താലും തൊട്ടാലും ഒന്നും സമ്മതിക്കുകയില്ല, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറ്റുന്നില്ല, ഭയങ്കര ബഹളം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അവിടെ ചെന്നിട്ടുമൊക്കെ ഇത് കൂടി വന്നപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയുടെ ബാഗിൽ എവിടെയോ തീർത്ഥാടന കേന്ദ്രത്തിൽ മാതാവിൻ്റെ വേളാങ്കണ്ണി എവിടെയോ പോയപ്പോൾ കിട്ടിയ ഒരു എണ്ണ കിടക്കുന്നുണ്ടായിരുന്നു. ഈ എണ്ണ എടുത്തിട്ട് ആ കുട്ടിയിലെ ഡോക്ടർമാരെല്ലാം അടുത്ത് ഈ കൊച്ചിനെ പല ടെസ്റ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും കാണാനില്ല, പക്ഷെ ഭയങ്കര കരച്ചിലും ബഹളമാണ്. ഈ അമ്മ ഈ ഓയിലെടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ ഈ കുഞ്ഞിനെ അമ്മ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കുരിശ് വരച്ച് ഈ ഓയിൽ തൊട്ട് പ്രാർത്ഥിച്ച്, ഈ എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ഡോക്ടർമാർക്ക് പോലും ഒന്നും പറയുന്നില്ല, കൊച്ചും ശാന്തമായി ആ കുടുംബ സമാധാനത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോരും. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞ വലിയ ദൈവശാസ്ത്രങ്ങൾ, വിശ്വാസത്തിൻ്റെ വലിയ തിയോളജിയുടെ അങ്ങേയറ്റമൊക്കെ അവിടെ പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ശരിയാണ്. അവിടെ പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ലളിതമായ വിശ്വാസമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അമ്മയോട് ചേർന്ന് എന്ന് ചോദിച്ചാൽ. ഇനി എൻ്റെ വേറൊരു കുഞ്ഞ് അനുഭവം കൂടി പറയാം. ഈ കാലിലെ ആണി പോലെയൊക്കെ അച്ഛൻ ഇങ്ങനത്തെ രോഗങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കരുത്. എനിക്ക് കിഡ്നി സ്റ്റോണും കൂടി വന്നു.
കിഡ്നി സ്റ്റോൺ വന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതും വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ വേദന ഇച്ചിരി കൂടുതൽ തന്നെയാണ്. നല്ല വേദന നമുക്കെടുക്കും. അപ്പോൾ ചില സമയത്ത് ഞാൻ അങ്ങനെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പോകുന്നു, SH പോകുന്നു, രാജഗിരി പോകുന്നു. അപ്പോൾ അവർ പലരും പല ഗുളിക തന്നു, ചിലർ സർജറി ചെയ്യണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ പോകുമ്പം നമ്മുടെ പതിവ് പോലെ നമ്മളെ അറിയാവുന്നവരൊക്കെ ഒറ്റമൂലികളൊക്കെ ആയിട്ടിറങ്ങും. ഒത്തിരി പേര് നമ്മളോട് ഒറ്റമൂലികളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ വേദനയ്ക്ക് പരിഹാരമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു സാധാരണ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഈ കിഡ്നി സ്റ്റോണിൻ്റെ വേദനയുണ്ട്. നമുക്കറിയാം ചില സമയത്ത് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വേദന വന്ന ഒരു ദിവസം ഞാനിങ്ങനെ പൊളഞ്ഞു പോയി, അങ്ങനെ ഭയങ്കര വേദന. അപ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ കാസയിൽ നിന്ന് തിരുരക്തം അച്ഛൻ കുടിക്കുന്നില്ല? ഞങ്ങൾക്കൊക്കെ ആകെ ഒരു തുള്ളിയല്ലേ തരുന്നുള്ളൂ, ബാക്കി മുഴുവൻ അച്ഛനല്ലേ കുടിക്കുന്നത്. പിന്നെ വേറെ ഏത് ഒറ്റമൂലി തപ്പി അച്ഛൻ പോകുന്നതെന്ന്. അദ്ദേഹം വലിയ തിയോളജി പഠിച്ചിട്ടില്ല, ഫിലോസഫി പഠിച്ചിട്ടില്ല, വേറൊന്നും പഠിച്ചിട്ടില്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തിയോളജി. ആ ചോദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുരക്തം എല്ലാ ദിവസവും ഏറ്റുവാങ്ങുന്ന ഞാൻ പിന്നെ വേറെ ഒറ്റമൂലി തപ്പി പോവേണ്ട കാര്യമുണ്ടോ? അവിടെയും സർജറി ഒന്നും കൂടാതെ, വേറെ ഒറ്റമൂലികളൊന്നും കൂടാതെ ഈശോയുടെ തിരുരക്തം എന്ന ഏറ്റവും വലിയ ഒറ്റമൂലി ഈ കിഡ്നി സ്റ്റോണിനെ അലിയിച്ചു കളയുക. അത് സ്കാൻ ചെയ്ത് ഡോക്ടർമാർ ഇത്ര മുഴുപ്പുണ്ട്, ഇത്രയാന്നൊക്കെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു തന്നതാണ്. അങ്ങനെയൊരു കിഡ്നി സ്റ്റോൺ ഇല്ല. സാധാരണ നിങ്ങൾക്കറിയാം, കിഡ്നി സ്റ്റോൺ വന്നവർക്ക് പിന്നെയും വരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പിന്നീട് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുമില്ല. ഞാൻ ഈ 3 കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം, നിങ്ങളിവിടെ ഈ സമയത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ലളിതമായ വിശ്വാസം, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ അത് അമ്മയോടും ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന കാര്യം എനിക്ക് നടത്തി തരണം, എനിക്ക് ഇങ്ങനെ ഒരു കൊച്ചു കാര്യമുണ്ട്. ഒത്തിരി വലിയ പ്രാർത്ഥനകളോ വലിയ ബഹളങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഒരു കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാ ദിവസവും വൈകുന്നേരം കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യൻ ഈ കുരിശടിയിൽ വന്നിട്ട് നമ്മുടെ അക്ഷരമാല ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഒരു കഥ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ അക്ഷരമാല പറഞ്ഞിട്ട്? അപ്പോൾ മനുഷ്യൻ പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാനോ പറയാനോ അറിയത്തില്ല. ഈ മലയാളം അക്ഷരമാലയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ അക്ഷരമാലയിലെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് എൻ്റെ ദൈവം അങ്ങ് സ്വീകരിച്ചോളും. അതാ മനുഷ്യൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വിശ്വാസം. കർത്താവ് നമ്മളോട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വലിയ കുന്നിനോളം മലയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കടുകുമണിയോട് ഇവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞാൽ മാറിയിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണോ പറഞ്ഞേ? അല്ല. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ കർത്താവിനറിയാം. നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ, നമ്മൾ പാവങ്ങളല്ലേ, നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ എന്ന് ഈശോയ്ക്കറിയാം. ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക്, ആ കടുകുമണിയോളമുള്ള വിശ്വാസം ഉറപ്പുള്ളതായിരിക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, ഇന്നേ ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചിരിക്കുക, പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക, നിങ്ങൾ വചനം കേൾക്കാൻ വേണ്ടി മാറ്റി, ആരാധനയിൽ സംബന്ധിക്കാൻ വേണ്ടി, പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാനൊക്കെ ആഗ്രഹിച്ചു. ആ മാറ്റിവെപ്പ് കൃത്യമായിട്ട് മുഴുവനായിട്ടുള്ളതായിരിക്കണം. ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിലൊരു മെസ്സേജ് വന്നു അല്ലേ, ഫോണൊന്ന് അടിച്ചു, അന്നേരം പിന്നെ ഇവിടെ ഇരിക്കുന്ന സമയങ്ങളിൽ അവിടെ മക്കൾ എന്തെടുക്കുമായിരിക്കും, അവിടെ കടബാധ്യതകളെ പറ്റി ബാങ്കുകാർ ഇന്ന് വരുമോ നാളെ വരുമോ, എൻ്റെ രോഗത്തിൻ്റെ നാളെ സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും, ഡോക്ടേഴ്സ് എന്ത് പറയും, ഇത് കുറയുമോ, അങ്ങനെ കുറേ അസ്വസ്ഥതകളുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അങ്ങിരിക്കുക. കിട്ടുമെന്ന ഉറച്ച ബോധ്യത്തിൽ ഈശോയുടെ ഒരു തന്ത്രം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, കിട്ടിയെന്ന് ഉറപ്പിച്ചിട്ടൊന്നുമല്ല. ലാസറിൻ്റെ കബറടത്തെങ്കിൽ പോയിട്ട് ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ ഇവനെ ഉയർപ്പിച്ചു തരണമേ എന്നൊക്കെയാണ് പ്രാർത്ഥിച്ചേ, ആണോ? വചനത്തിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ? ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് നീ എനിക്ക് സാധിച്ചു തന്നതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുവോ. പിന്നെ അവിടെ അയ്യോ ഇപ്പം കിട്ടുമോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കിട്ടി, നീ തന്നു, എൻ്റെ വാക്കുകളിലൂടെ ലാസറിനെ നീ ഉയർപ്പിച്ചു. അങ്ങോട്ട് ഈശോ അഡ്വാൻസ് ആയിട്ട് പിതാവിനോട് പറയുക. ഇതേ തന്ത്രം നമ്മൾ ഈശോയുടെ അടുത്ത് നമ്മളും പ്രയോഗിച്ചേക്കണം. കർത്താവ് നീ ഇതെനിക്ക് തരൂ, എനിക്കറിയാം, ഞാൻ ഇത്രയും നാളും നിൻ്റെ പുറകെ നടക്കുന്നു, നിൻ്റെ വചനം കേൾക്കുന്നു, നിൻ്റെ വചനം പ്രസംഗിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നിൻ്റെ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു, നോമ്പെടുക്കുന്നു, ഉപവാസം എടുക്കുന്നു, മുട്ടിന്മേൽ നിൽക്കുന്നു, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നീ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നീ ഇതെനിക്ക് ഇന്ന കാര്യം. ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിൽ അങ്ങോട്ട് ചോദിക്കണം.
ഞാൻ എൻ്റെ ഓർഡിനേഷനൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് തിരുപ്പട്ട സ്വീകരണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മുരിങ്ങൂർ. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. വളരെ ഷാബിയായിട്ട്, വളരെ അലക്ഷ്യമായിട്ട്, മുടിയൊക്കെ ഇങ്ങനെ നീട്ടി ഷേവ് ചെയ്യാതെ, നമുക്കറിയാം കണ്ടാൽ തന്നെ വളരെ നിരാശനാണ്, ദുഃഖിതനാണ്, കുളിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി എന്നൊക്കെ നമുക്ക് തോന്നും. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇന്ന് കുർബാന ചൊല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളവും കൂടി കൂടുതൽ ഒഴിക്കണം. അറിയാലോ അല്ലേ, വിശുദ്ധ കുർബാനയിൽ തിരുരക്തത്തോടൊപ്പം ഒരു തുള്ളി വെള്ളവും കൂടി ചേർക്കുന്ന ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ വെള്ളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനകത്തേയും വലിയ തിയോളജി ഒന്നും ചിന്തിക്കാൻ പോയില്ല. ഈ വ്യക്തി പറഞ്ഞതല്ലേ, ഞാൻ അദ്ദേഹത്തോട് ഒന്നും സമയവും ഇല്ലായിരുന്നല്ല, എന്താ കാര്യന്നോ എങ്ങനെയാണെന്നോ ഒന്നും ചോദിക്കാൻ സമയമില്ല. ഈ വ്യക്തി ഇത് പറഞ്ഞതല്ല, ഞാൻ ഈ ഒരു തുള്ളി വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാസയും പിലാസയൊക്കെ ഉയർത്തിയപ്പോൾ അദ്ദേഹത്തെയും കൂടി ഓർത്തു. ആരാ, എന്താ പേര് പോലും അറിയില്ല. ആ വ്യക്തി എന്തായാലും വലിയ വേദന, ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ മിടുക്കനായിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ ഭംഗിയായി വസ്ത്രമൊക്കെ ചെയ്ത് നല്ല കുളിച്ചൊരുങ്ങി മിടുക്കനായിട്ട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അച്ഛൻ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, 3 മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ മുമ്പിൽ വന്ന് ഒരു തുള്ളി വെള്ളവും കൂടി കൂടുതൽ ഒഴിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അന്ന് എൻ്റെ അവസാനത്തെ ബലിയർപ്പണമായിട്ടാണ് ഞാൻ വന്നത്. കടബാധ്യത കൊണ്ട് ദുരിതം കയറി എൻ്റെ ഉള്ളതെല്ലാം ജപ്തി ചെയ്ത് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ. അവസാനത്തെ കുർബാന കാണാൻ വേണ്ടി വന്നതാ. ഒടുക്കത്തെ ബലിയർപ്പണമായിട്ട് ഞാൻ വന്നതാ അച്ഛാ. അതും കൊണ്ട് എല്ലാം അവസാനിച്ചു. ആ കുർബാനയും കൂടി കണ്ട് എൻ്റെ ജീവിതം തീർക്കണമെന്ന് ആഗ്രഹിച്ചു വന്നതാ. പക്ഷേ ആ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ, ആ കാസയും പിലാസയും ഉയർത്തി അച്ഛൻ പ്രാർത്ഥിച്ച് ആ ബലിയർപ്പിച്ചില്ലേ, എൻ്റെ കടബാധ്യതകൾ ആ 3 മാസം കൊണ്ട് മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളൊന്നും മാറിപ്പോയി എന്നല്ല, ഈ കടബാധ്യതകൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് സർവസമ്പത്തിൻ്റെയും ഉടയവനായ തമ്പുരാൻ ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കുക. ഇന്ന് ഇപ്പോൾ ഏകദേശം 5 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ കടബാധ്യതയും മാറി എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. അനേകർക്ക് സാന്ത്വനമായിട്ട് ഒത്തിരി നന്മ പ്രവർത്തികൾ, ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു. കടബാധ്യതയിൽ ദുരിതം അനുഭവിക്കുന്ന മക്കളെയൊക്കെ സഹായിക്കാൻ ഇപ്പോഴും എന്നെ വിളിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ മതി. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ക്യാൻസർ രോഗബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്മകൾ ആ വ്യക്തി ചെയ്യുന്നു. ഈ ഒരു തുള്ളി വെള്ളം വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, നിരാശനായിട്ട് അവസാനത്തെ ബലിയർപ്പണം എന്ന് കരുതി വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പറയുകയല്ലേ, ഇതെൻ്റെ ആദ്യ ബലി പോലെ, ഇതെൻ്റെ അന്ത്യബലി പോലെ, ഇതെൻ്റെ ഏകബലി പോലെ അർപ്പിക്കണമെന്നാണ് പറയുന്നത്. ഏകബലി പോലെ. സിറമലബാർ കുർബാനയുടെ അവസാനം ഈ വിശുദ്ധ അൽത്താര ചുംബിച്ച് വൈദ്യം കടന്നു പോകുമ്പോൾ പറയുന്നുണ്ട്, ഇനിയൊരു ബലിയർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അത് അത്രയും ആഗ്രഹത്തോടെ, അത്രയും വിശുദ്ധിയോടെ, അത്രയും തീഷ്ണതയോടെ ബലിയർപ്പിച്ച് കടന്നു പോകണം. ഇതെൻ്റെ ആദ്യ ബലി പോലെ, ഇതെൻ്റെ അന്ത്യബലി പോലെ, ഇതെൻ്റെ ഏകബലി പോലെ. കാൽവരി മലമുകളിൽ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധി അമ്മ നിന്നതുപോലെ ഓരോ ബലി മധ്യയും നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. ഈ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അനുഭവം ഞാൻ പല വേദികളിൽ പലരോട് പങ്കുവെച്ചപ്പോൾ വലിയ രോഗങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ഇനി ഒരിക്കലും ജോലി കിട്ടിയാലെന്ന് വിചാരിച്ചു കൊടുത്ത്, ഇനി സമാധാനം ഉണ്ടാകില്ല, എൻ്റെ കുടുംബബന്ധം വിവാഹമോചനത്തിന് അവസാനിക്കുമെന്ന് കരുതിയെടുത്തെന്നൊക്കെ തമ്പുരാൻ വലിയ തിരിച്ചുവരവിൻ്റെ, വലിയ മാനസാന്തരത്തിൻ്റെ, വലിയ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയവർക്കൊക്കെ വലിയ മാനസാന്തരത്തിൻ്റെ കൃപ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളും വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിച്ചു. ഞാനായിരിക്കുന്ന സ്ഥാപനത്തിലൊക്കെ, ഞാൻ ഇതിനു മുമ്പ് ദർശന അക്കാഡമിയിലായിരുന്നു, അവിടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെയൊക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കൊക്കെ മുമ്പ് വന്നിട്ട് എന്നോട് പറയാം, അച്ഛാ ഇന്നത്തെ ഒരു തുള്ളി വെള്ളം എനിക്ക് വേണ്ടി ഒഴിച്ച് പ്രാർത്ഥിക്കാവോ. കുഞ്ഞുങ്ങളുടെ കൊച്ചു വിശ്വാസമാണ്. അവരേറ്റവും സിമ്പിളായിട്ട് അവർ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയും. അത് ചെയ്ത് അവർക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇനി ഈശോയുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു തരുമെന്ന പൂർണ്ണമായ ബോധ്യത്തിൽ വീണ്ടും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് കാനായിലെ ഭവനത്തിൽ ഈശോ മാറ്റി നിർത്തുമ്പോഴും പരിശുദ്ധ അമ്മ ആ ജോലിക്കാരോട് പോയി അങ്ങ് പറയാം, അതങ്ങ് ചെയ്തു, അവൻ പറയുന്ന പോലെ അങ്ങ് ചെയ്തു. ആണ് അമ്മയ്ക്കറിയാം. അമ്മയുടെ സ്നേഹപൂർവമായ നിർബന്ധങ്ങൾക്ക് ഈശോ ഒരിക്കലും വേണ്ട എന്ന് വെക്കുകയില്ല, നിരസിക്കുകയില്ല. ഇത് നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ
കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. അപ്പുറം ഇപ്പുറം ഒന്നും നോക്കാതെ കൈവെക്കണം. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകളിലുള്ളവരൊന്ന് കൈവയ്ക്കേ. കൈ താത്തിക്കൂ, കണ്ണു തുറന്നു. അങ്ങനെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും 90% ഭവനങ്ങളിലുമുണ്ട്. വലിയ സന്തോഷമുള്ള കാര്യം, കുടുംബ പ്രാർത്ഥന ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോവുകയും നമ്മുടെ കുടുംബത്തിലേക്ക് തിന്മയുടെ പ്രവേശന കവാടങ്ങൾ നമ്മൾ തുറന്നു വെക്കുകയും ചെയ്യുക. ഇന്ന് നമ്മുടെ ജോലി തിരക്ക് കൊണ്ടും മറ്റ് ജീവിത സാഹചര്യങ്ങളും കൊണ്ടും ഒക്കെ കുടുംബ പ്രാർത്ഥനകൾ അന്യം നിന്ന് പോകുന്നുണ്ട്. അതിനൊരിക്കലും ഇട കൊടുക്കരുത്. കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാനായിട്ട് ഈ ബൈബിളിൻ്റെ ഒരു കുറച്ച് വചനങ്ങളെങ്കിലും ഭവനത്തിൽ ഉറക്കെ വായിക്കപ്പെടുവാൻ, അങ്ങനെ മാത്രമേ തിന്മയുടെ അരൂപിയെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ജപമാല ചൊല്ലുവാനായിട്ട് നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഈവൻ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതയും പല വിചാരങ്ങളും ഒക്കെ കടന്നു വരാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലായിലുള്ള ആലമ്പള്ളിയിൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുമായിരുന്നു. അഖണ്ഡ ജപമാല, അത്രയും ജപമാല നമ്മൾ ഇരുന്ന് ചൊല്ലുക. അപ്പോൾ കുറച്ച് നേരമൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ, ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നമ്മൾ ആ ചിന്തയിൽ നിന്ന് മാറിപ്പോയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണ് ചിന്തയിൽ നിന്ന് മാറിപ്പോകും. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വിസയുടെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, അങ്ങനെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ പലവിധ, അതിനിടയിൽ നന്മ നിറഞ്ഞ മറിയുമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായിട്ട് ഇങ്ങനെ ചൊല്ലി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഒരച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ പോയിരുന്ന് ഞാൻ ചൊല്ലുന്നുണ്ടെങ്കിലും പലപ്പോഴും എൻ്റെ ആത്മാവ് അവിടെ ഇല്ല, എൻ്റെ ശരീരം മാത്രം അവിടെയുള്ളൂ, എൻ്റെ ഹൃദയം അവിടെ ഇല്ല. ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഇതിങ്ങനെ യാന്ത്രികമായിട്ട്, ഇനി അതിൽ തന്നെ ഏറ്റവും രസകരമായ കാര്യം 50ാമത്തെ രഹസ്യമാകുമ്പോൾ കൃത്യമായിട്ട് പിതാവിനും പുത്രനും ഒക്കെ നമ്മൾ 50ാമത്തെ നന്മ നിറഞ്ഞ് ചൊല്ലി അഖണ്ഡ ജപമാലയിൽ നമ്മൾ 50 ചൊല്ലി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മളിതിങ്ങനെ ചൊല്ലി നമ്മുടെ ഉള്ളിൽ, അപ്പം നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ഉള്ളിൽ കിടന്നു. അപ്പം ഞാൻ ഈ അച്ഛനോട് വലിയ സങ്കടത്തോടെ ഇങ്ങനെ പറയുകയാണ്, ഇത്രയൊക്കെ പോയിരുന്ന് ചൊല്ലുന്നുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ഞാൻ ഇതെല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും മറന്നു പോയിട്ടിങ്ങനെ. അന്നേരം അച്ഛൻ പറഞ്ഞൊരു മറുപടിയാണ്, അത് ചൊല്ലുന്നതിലോ ഇങ്ങനെ ചൊല്ലുമ്പോൾ മുഴുവനും ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള സങ്കടം വേണ്ട. ഇത് നമ്മൾക്ക് ഒരു ഡിപ്പോസിറ്റാണ്. നമ്മളിത് ചൊല്ലാൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുത്ത് നമ്മൾ അവിടെ പള്ളിയിൽ പോയി ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ മാറിയിരുന്ന് കുറേ ആൾക്കാരെയൊക്കെ കൂട്ടി അഖണ്ഡ ജപമാലയൊക്കെ ചൊല്ലി കുറേ നന്മ നിറഞ്ഞ പറയൊക്കെ നമ്മളത് വചനമാണത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നതിന് തുല്യമാണ്. പരിശുദ്ധ അമ്മ കൃത്യമായിട്ട്, മാലാഖമാർ കൃത്യമായിട്ട് അത് സ്വീകരിക്കുന്നുണ്ട്. അമ്മയത് കേൾക്കുന്നുണ്ട്, ഈശോയുടെ സന്നിധിയിൽ വെക്കുന്നുണ്ട്. നമുക്കത് അനുഗ്രഹങ്ങളാക്കി മാറ്റിത്തരും. നമ്മുടെ കുറവുകളെയും ബലഹീനതകൾക്കും അപ്പുറത്തേക്ക്, നമ്മുടെ വിശ്വാസക്കുറവിനപ്പുറത്തേക്ക് തമ്പുരാൻ നമ്മളെ പരിഗണിക്കുന്നുണ്ട്. നമ്മൾ മാറിയിരിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ, നമ്മൾ ജപമാല ചൊല്ലാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ, ജപമാല കരങ്ങളിൽ എടുക്കുമ്പോൾ, ബൈബിള് കരങ്ങളിൽ എടുക്കുമ്പോൾ, ഇപ്പം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്ന പതിവില്ല എന്നുണ്ടെങ്കിൽ ബൈബിള് വായിച്ച് തുടങ്ങും. കുറച്ച് വായിച്ചാൽ മതി, ഏറ്റവും കുറച്ച് വാക്യങ്ങളെങ്കിലും വായിക്കണം. അത് ഉറക്കെ വായിക്കാം. നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം, നമ്മുടെ മക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടെങ്കിൽ പ്രാർത്ഥന ചൊല്ലുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, ചൊല്ലാതിരിക്കുവാനല്ല. ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് തിരുക്കുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങളായി മാറുവാനായിട്ട് നമ്മൾ ഏറ്റവും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ജപമാല ചൊല്ലാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെയുള്ള ദിവസം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇനി അന്നേ ദിവസം നമ്മൾ ജോലിയൊക്കെ ചെയ്ത് മടുത്തു വന്ന എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ മനസ്സറിയുന്ന തമ്പുരാൻ ഉറപ്പായിട്ടും അനുഗ്രഹങ്ങൾ, പ്രത്യക്ഷത്തിൽ നമുക്കത് കിട്ടണമെന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് അന്നേരെ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണ്ടി കൃത്യമായിട്ട് തമ്പുരാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഈശോയുടെ വചനം
നമ്മൾ ഉറക്കെ ഏറ്റു പറഞ്ഞ് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അമ്മമാർ അല്ലെ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിരിക്കും, നമ്മൾ ഓർക്കും നമുക്ക് എപ്പോഴും എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സദാ പ്രാർത്ഥനയിലായിരിക്കാനാണ് നമ്മളോട് പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്? നമ്മൾ പല ജോലികളിലല്ലേ, പല സാഹചര്യങ്ങളിലല്ലേ, പിന്നെ എങ്ങനെയാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്? മരിയ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ നമ്മൾ വായിക്കുമ്പോൾ, മരിയ ഫൗസ്റ്റീനെ അറിയാലോ അല്ലേ, കരുണയുടെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഫൗസ്റ്റീന ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഒരു ദിവസം ഫൗസ്റ്റീന ഗാർഡനിൽ ഇങ്ങനെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുക, പൂന്തോട്ടത്തിൽ. അവിടെ വന്നപ്പോൾ ഒരിക്കൽ ഈശോ വന്നിട്ട് ഫൗസ്റ്റീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തെടുക്കുകയാണ്? ഫൗസ്റ്റീന കൊടുത്ത മറുപടി, ഞാൻ ചെടി നനയ്ക്കുകയാണെന്നുള്ള മറുപടിയോട്. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഈശോ വന്നിട്ട് ഫൗസ്റ്റീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തെടുക്കുകയാണ്? ഫൗസ്റ്റീന പറഞ്ഞു, ഞാൻ തുണി അലക്കുകയാണ്. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഫൗസ്റ്റീനയോട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്തെടുക്കുകയാണ്? ഫൗസ്റ്റീന കൊടുത്ത മറുപടി, ഞാൻ കിച്ചണിൽ ജോലി ചെയ്യാൻ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവിടെ ഈശോ സങ്കടപ്പെട്ട് മിണ്ടാതെ മാറിയിരിക്കുന്നതായിട്ട് ഫൗസ്റ്റീനയ്ക്ക് അനുഭവപ്പെട്ടു. ഫൗസ്റ്റീന ഈശോയോട് ചോദിച്ചു, നീ എന്തേ അങ്ങനെ ചെയ്തേ? അവിടെ ഈശോ ഫൗസ്റ്റീനയോട് പറയുന്നത്, ഞാൻ വിചാരിച്ചു നീ എന്നെ സ്നേഹിക്കുകയാണ് എന്ന മറുപടി നീ എനിക്ക് തരുമെന്ന് ഞാൻ കരുതി. നീ എന്നെ സ്നേഹിക്കുകയാണ്, ആ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് നീ മുറ്റമടിക്കുവോ, പുല്ല് വെട്ടുവോ, പശുവിനെ നോക്കുവോ, റബ്ബർ വെട്ടുവോ, മറ്റ് ജോലികൾക്ക് പോവോ, നീ എന്താ ജോലി സ്ഥലങ്ങളിൽ ഓഫീസിലായിരിക്കുമോ, എവിടെയെങ്കിലും ആയിരുന്നോട്ടെ, ഈശോയെ സ്നേഹിക്കുകയാണ് എന്ന്. നമുക്കിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക്, വീട്ടിൽ ജോലി, മറ്റ് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, നമ്മളൊരു സ്ഥലത്തോട് നടന്നു പോകുന്നതിനിടയ്ക്ക്, നമ്മൾ വണ്ടിയിലായിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ജപമാല ചൊല്ലാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മളത് ഉറക്കെ ചൊല്ലണമെന്നോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ജപമാലകളുണ്ടാവും. ഇനി വലിയ ജപമാല കയ്യിലെടുത്ത് പിടിച്ച് നമ്മുടെ കയ്യിലൊക്കെ ജപമാലയൊക്കെ ഉണ്ടാവും, നമ്മുടെ മോതിരമൊക്കെ ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നുള്ളൂ. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ. അങ്ങനെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിൽ ഓരോ വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട്, ഇനി നമുക്ക് നമ്മളോട് വിരോധമുണ്ടെന്നൊക്കെ തോന്നുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആവാം, സഹോദരങ്ങളാവാം, അയൽവക്കക്കാരാവാം, അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം നമ്മൾ ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ, നമ്മുടെയൊക്കെ അടുത്ത ഭവനങ്ങളിലൊക്കെ കടബാധ്യത കൊണ്ടോ രോഗബാധ്യത കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്ന, ജോലി കിട്ടാതെ വിഷമിക്കുന്ന, വിവാഹം നടക്കാതെ വിഷമിക്കുന്ന, സന്താനങ്ങളില്ലാതെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ഒക്കെ ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക്, നാം അറിയാതെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് തമ്പുരാൻ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു പരീക്ഷ ജയിക്കാൻ വേണ്ടി, ഒരു ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ട്, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതേ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതേ രീതിയിൽ വേദന അനുഭവിക്കുന്ന മറ്റ് ഭവനങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റ് മക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റി നോക്കിക്കേ. എല്ലാം എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റൊരാളുടെ കാര്യം പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എൻ്റെ അതേ രോഗാവസ്ഥ, കർത്താവേ, ഇത്രയും വലിയ രോഗാവസ്ഥയും കടബാധ്യതയും ദുരിതങ്ങളും എനിക്കുള്ളപ്പോൾ ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ എന്നെ അനുവദിക്കാതെ നീ എന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഇതിനേക്കാളും വേദന അനുഭവിക്കുന്ന, ഇതിനേക്കാളും കഷ്ടത അനുഭവിക്കുന്ന, ഇതിനേക്കാളും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേർ എൻ്റെ ചുറ്റിലുണ്ട്. കർത്താവേ, അവർക്ക് നീ കൃപ കൊടുക്കണമേ. എനിക്കൊരു ജോലി കിട്ടുന്നതിനേക്കാളും, എൻ്റെ മക്കൾക്കൊരു ജോലി കിട്ടുന്നതിനേക്കാളും അത്യാവശ്യമാണ് അവർക്കൊരു ജോലി എന്ന് പറയും. അവരുടെ ദുരിതങ്ങൾ അത്രയുമുണ്ട്. എൻ്റെ രോഗാവസ്ഥയേക്കാളും കഠിനമായ വേദനയുള്ള രോഗാവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നാം അറിയാതെ തന്നെ തമ്പുരാൻ നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുതരും. അത് അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞതുപോലെ ലളിതമായ വിശ്വാസത്തിൻ്റെ, കർത്താവിനോട് അത് കൃത്യമായിട്ട് ചോദിച്ചു മേടിക്കാം. പരിശുദ്ധ അമ്മയോട് അത് ചോദിച്ചു മേടിക്കാനായിട്ട് യോസേപ്പിതാവിനെ ചേർത്ത് പിടിക്കാം. യോസേപ്പിതാവിൻ്റെ വലിയൊരു മാധ്യസ്ഥമുണ്ട്, അതൊരിക്കലും വിസ്മരിക്കരുത് കേട്ടോ. യോസേപ്പിതാവിനെ മറന്നു പോകരുത്. യോസേപ്പിതാവിനെയും കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണം, പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അർഹമായ സ്ഥാനം, പിതാവിന് അർഹമായ സ്ഥാനം മാതാവ് കൊടുക്കണം. മാതാവിനും അർഹമായ സ്ഥാനം മക്കൾ കൊടുക്കണം. അത് മാതാവിൻ്റെ ഉത്തരവാദിത്തമാണ് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത്. പിതാവിനെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈശോയെ കാണാണ്ട് പോകുന്ന, തിരുനാളിന് പോകുന്നതിനിടയിൽ ഈശോയെ കാണാണ്ട് പോകുന്ന അനുഭവം നമ്മൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈശോയെ വീണ്ടും കണ്ടു കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിൽ ഇങ്ങനെയാണ് അമ്മ കൃത്യമായിട്ട് പറയുക: നിൻ്റെ പിതാവും ഞാനും
നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്, നിന്റെ പിതാവും ഞാനും. അപ്പോൾ പിതാവായ യോസേപ്പ് പിതാവിന് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ ചിലയിടത്തെങ്കിലും അപ്പനെ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്തെയും സാന്നിധ്യത്തെയും വിസ്മരിച്ചുകൊണ്ട് അർഹമായ ആദരവും ബഹുമാനവും കൊടുക്കാതെ, അതുപോലെ അപ്പനും അമ്മയ്ക്കും അർഹമായ ആദരവും ബഹുമാനം കൊടുക്കാതെ മക്കൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അതിന് തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇനി നമ്മുടെ അപ്പനും അമ്മയും എത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരെ ഒരു രീതിയിലും വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അവരനുഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല, അവർ കടന്നു വന്ന വഴികൾ നമുക്കറിയില്ല, അവരനുഭവിച്ച ആന്തരിക മുറിവുകൾ, അവരുടെ കുഞ്ഞുനാൾ മുതൽ അവരനുഭവിച്ച വേദനകൾ എന്തെന്ന് നമുക്കറിയില്ല, അവർ കടന്നു വന്ന വഴികൾ എന്തെന്ന് നമുക്കറിയില്ല. അവരെ ഒരു രീതിയിലും, ചിലപ്പോൾ അവരുടെ ജീവിത രീതികൾ, ജീവിത സാഹചര്യങ്ങളൊന്നും നമുക്ക് അതിന് പകരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള, കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കളെ കൂടുതലായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ട്, അവരൊന്നും നമ്മളെ നേരിട്ട് ഇങ്ങനെ ശപിക്കണമെന്നോ നമ്മളോട് എന്തെങ്കിലും പറയണമെന്നൊന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിലുണ്ടായാൽ, അവരുടെ കണ്ണ് നമ്മളൊന്ന് അറിയാതെ നിറഞ്ഞാൽ, അവരുടെ ഹൃദയം ഒന്ന് വിങ്ങിയാൽ, അത് നമ്മുടെ തലമുറകളോളം നമുക്കത് ദുഃഖത്തിൻ്റെ കാരണമായിട്ട് മാറും. ഇപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആദരവും ബഹുമാനക്കുറവും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷ നൽകേണ്ടവർക്ക് അവർക്ക് ശുശ്രൂഷ നൽകാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, ഈ ഒരു വചന കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്പം കൂടി നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനായിട്ട്, അത് നമ്മുടെ പ്രായമായ മാതാപിതാക്കളാവാം, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയാവാം, അവരെയൊക്കെ സ്നേഹപൂർവ്വം ചേർത്ത്, പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും, പ്രിയപ്പെട്ട അമ്മമാർ, നിങ്ങൾ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കാനായിട്ട്, പ്രിയപ്പെട്ട പിതാക്കന്മാരും ജീവിത പങ്കാളിയും മക്കളെയും ഒക്കെ ചേർത്ത് പിടിക്കാനായിട്ട്, അങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുക. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അവരോട് സ്നേഹപൂർവ്വം കുറച്ചും കൂടി സ്നേഹത്തോടെയൊക്കെ ഒന്ന് ഇടപെടുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊന്നും നമ്മൾ ഒരിക്കലും അവർക്കൊരു സ്നേഹചുംബനം കൊടുക്കാൻ, അവർ നമുക്കൊരു സ്നേഹചുംബനം നൽകാനോ ഒന്നും ഒരു സാധ്യതയില്ല. പിന്നെ ഈ അവസാനത്തെ ചുംബനത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുക, ഏറ്റവും അവസാനത്തെ ചുംബനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഞാൻ 2 വർഷം മുമ്പ് മഹാരാഷ്ട്രയുടെ അങ്ങ് ബോർഡറിലുള്ള വാപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പള്ളിയിൽ ധ്യാനിപ്പിക്കുക, അത് വിശുദ്ധ വാരത്തിലാണ് ധ്യാനിപ്പിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ധ്യാനത്തിൻ്റെ ആദ്യം മുതലേ അവരോട് പറഞ്ഞു, ഈ ധ്യാന ദിവസങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വചനങ്ങൾ എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണമെന്നോ കേൾക്കണമെന്നോ വലിയ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, പെസഹ വ്യാഴാഴ്ച അപ്പം മുറിച്ച് കുടുംബനാഥൻ മറ്റ് അംഗങ്ങൾക്ക് ഈ പെസഹ അപ്പം പങ്കുവെച്ച് കൊടുക്കുമ്പോൾ, അത് പാലിൽ മുക്കി കൊടുക്കുമ്പോൾ, അത് കൊടുക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് ഒരു സ്നേഹ ചുംബനവും കൂടി അവർക്ക് കൊടുക്കണം. നിങ്ങൾ ഈ ധ്യാനം മുഴുവൻ പങ്കെടുക്കുമ്പോൾ, നിങ്ങൾ ഈ വിശുദ്ധ വാരത്തിൽ വലിയ നോമ്പിൽ നിങ്ങൾ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ അത് പറഞ്ഞു, ആ ധ്യാനത്തിൽ പങ്കെടുത്ത ആ ഇടവകയിലെ അംഗങ്ങൾ ഓരോരുത്തരും അവരുടെ പെസഹ വ്യാഴാഴ്ച അവരപ്പം മുറിച്ച് കൊടുത്തപ്പോൾ ചേർത്ത് പിടിച്ചൊരു ചുംബനവും കൂടി. കാരണം നമ്മൾ പലപ്പോഴും ആ സ്നേഹ ചുംബനം കൊടുക്കാനായിട്ട് കാത്തുവെക്കുന്നത് അവസാനത്തെ സമയമാണ്. ചുംബിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിന് ചൂടുണ്ടെങ്കിലും ചുംബനം കിട്ടുന്നയാളുടെ ശരീരത്തിന് ചൂടില്ല. ആ ഒരു സ്നേഹ ചുംബനം കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ അവസാനം വരെ, അന്നേരം നമ്മൾ കെട്ടിപ്പിടിച്ച് വലിയ വായിൽ പൊട്ടിക്കരയുകയൊക്കെ ചെയ്യും. അതിന് മുമ്പ് 2 പേരുടെ ശരീരത്തിന് ചൂടുള്ളപ്പോൾ, എത്ര നാളായി കാണും നമ്മുടെ അപ്പനെയും അമ്മേനെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, നമ്മുടെ മക്കളെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ട്, നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, അവസാനം അവർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ചൂടില്ലാത്തപ്പോൾ നിർജീവമായ ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനു മുമ്പേ സ്നേഹപൂർവ്വം ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഈ കൊച്ചു ജീവിതം ഇനി എത്ര നീളുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷമായിട്ടൊക്കെ മാറുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിക്കും. തമ്പുരാൻ കൊണ്ടുതരും. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ, ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അത് തമ്പുരാൻ നടത്തിത്തരും. നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ, ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ശത്രുതയോ വെറുപ്പോ വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും, നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും നിങ്ങൾക്ക് തിന്മ അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു.
അവിടെ വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോ നിങ്ങൾക്ക് കൊണ്ടുതരും. നമ്മൾ പ്രാർത്ഥിക്കും, ചില കാര്യങ്ങൾ നടത്തിത്തരും. ഇപ്പം ലാസറിനെ, മരിച്ചു കിടക്കുന്ന ലാസറിനെ നീ എനിക്ക് ഉയർപ്പിച്ച് തന്നു എന്ന് പിതാവിനോട് അങ്ങോട്ട് പറഞ്ഞ് ലാസറിനെ തിരിച്ചിങ് എടുക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ബന്ധങ്ങൾ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാവാം, മക്കളായിട്ടുള്ളതാവാം, ജീവിത പങ്കാളിയായിട്ടുള്ള, അയൽവക്കക്കാരും ഒക്കെ ആയിട്ടുള്ളത്, അതെല്ലാം മറ്റുപോയി, ഇനി തീർന്നു, ഇനി രക്ഷപ്പെടുകയായിരുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കർത്താവിനോട് അങ്ങ് പറഞ്ഞു, ആ വ്യക്തിയെ, ആ കുടുംബത്തെ നീ എനിക്ക് തിരിച്ചു തരും, എനിക്കറിയാം. ചിലതൊക്കെ വലിയ വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ ആയിരിക്കാം, അയൽവക്കക്കാരും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര വൈരാഗ്യങ്ങൾ, ശത്രുതയിലായിരിക്കും. ചില ചേട്ടനനിയന്മാർ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ വലിയ ശത്രുതയിലായിരിക്കും. പക്ഷേ അവിടെ ആ വീടുകളിൽ ഒരു മരണം സംഭവിച്ചാൽ പിന്നെ ആ ശത്രുതയൊക്കെ മാറി എല്ലാവരും ഒന്നാണ്. പക്ഷെ അതിനു വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടുത്ത വീടുകളിലൊക്കെ ഒരു മരണം സംഭവിച്ചാൽ പെട്ടെന്ന് എല്ലാവരും ഒന്നായി അതുവരെ ഉണ്ടായിരുന്ന ശത്രുതയൊക്കെ മാറി. അങ്ങനെ ഒരു ജീവൻ ബലി കൊടുത്തുകൊണ്ട് ബന്ധങ്ങൾ, ആ ബലി ആയിത്തീർന്ന ആ ജീവൻ മാറിക്കഴിയുമ്പോൾ, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, ഒരാൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണോ നമ്മൾ ആ സ്നേഹത്തിലേക്ക്, ബന്ധത്തിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ മനസ്സുകൊണ്ട് അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ നമ്മളോട് ശത്രുത, കാരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ കൃപയ്ക്ക് തടസ്സമായിട്ട് നിൽക്കും. നമ്മളോട് ആർക്കെങ്കിലുമൊക്കെ വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ആരോടെങ്കിലുമൊക്കെ വിരോധമുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ എത്ര മുട്ടുകുത്തി നിന്നാലും എത്ര കൈവിരിച്ച് പിടിച്ചാലും നമുക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടില്ല. കാരണം നമ്മുടെ കൃപയ്ക്ക് അത് തടസ്സമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് അനുഗ്രഹം തരാൻ തമ്പുരാൻ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാതെ പോകും. കാരണം തിന്മയുടെ ശക്തി, വൈരാഗ്യത്തിൻ്റെ, അസൂയയുടെ, ഇനി മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അസൂയയോടെ ചിന്തിക്കുക. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കും. നമ്മുടെ ഭവനങ്ങളിൽ മറ്റ് അയൽവക്കക്കാർക്ക്, സഹോദരങ്ങൾക്കിടയിൽ നന്മയുണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് തമ്പുരാന് നന്ദി പറയുക വേണ്ടേ. അസൂയയുടെ ഒരു ചെറിയ കണിക പോലും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം നമുക്ക് വേണ്ടി തമ്പുരാൻ മാറ്റിവെച്ചത് നമുക്ക് കിട്ടും. 750 കോടി ജനങ്ങൾക്ക് ഉള്ളത് തമ്പുരാൻ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് അർഹമായതിൽ കൂടുതൽ തമ്പുരാൻ തരുന്നുമുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് നല്ല മാർക്ക് കിട്ടി, നല്ല റാങ്ക് കിട്ടി, നല്ല ജോലി കിട്ടി, അതെല്ലാം കിട്ടട്ടെ, അവർക്ക് കിട്ടാൻ വേണ്ടി ഇനിയും കൂടുതൽ നന്മയുണ്ടാവാണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, അതിലും നല്ലത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തമ്പുരാൻ കൊണ്ടുതരും. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്, മറ്റുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, അത് നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിലാവാം, നമ്മുടെ സഹോദര ബന്ധങ്ങളിലാവാം, അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അത് നമ്മുടെ ലളിത വിശ്വാസം മതി. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുകയോ വേണ്ട. സിമ്പിളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മറ്റൊരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കാം. ഒരു ദിവസം അവിടെ അച്ഛന്മാർ ഇങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അവിടെ കൊച്ചുമാത്തിയച്ഛൻ, എലവുങ്കലച്ഛനുണ്ട്, നായിക്കം പറമ്പിലച്ഛനും പനക്കലച്ഛനും എല്ലാവരും. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചെല്ലും തലയിൽ കൈവച്ച്. അപ്പോൾ സാധാരണ ഞാൻ ഓർഡിനേഷനെ കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയുള്ളൂ. ഞാൻ അങ്ങനെ പോവുകയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വന്നാലും ഞാൻ വളരെ ഒഴിഞ്ഞു മാറി, അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമൊക്കെ ആകണം. അല്ലെങ്കിൽ ഇങ്ങനെ തമാശനായിട്ട് നമ്മളിങ്ങനെ പറയല്ലേ, പണ്ട് പത്രോസിനോടും പൗലോസിനെയൊക്കെ എനിക്കറിയാം, നീ ആരാന്ന് ചോദിച്ചോടെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയും. അപ്പം ഞാൻ കുറച്ചും കൂടി ഒരുങ്ങി, കുറച്ചും കൂടി പ്രാർത്ഥിച്ച്, കുറച്ചും കൂടി ഒരുക്കത്തോടു കൂടി വേണം അങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ അതിൽ നടക്കുക. അങ്ങനെ ഒരു ദിവസം നടക്കുമ്പോൾ ഡിവൈനിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഈശോയുടെ ഒരു വലിയ രൂപം നമ്മളെ താമസ സ്ഥലത്തേക്ക് നടക്കുന്നിടത്തുണ്ട്. അവിടെ വെച്ചൊരു കൊച്ചുകുട്ടിയെ, അത് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു അപ്പനും അമ്മയും കൂടി അതിനെ എടുത്തുകൊണ്ട് വരിക. അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അന്നേരം ഞാൻ അതിൽ ഇറങ്ങി വരുന്നത് എന്നോട് പറഞ്ഞു, ഈ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അതിങ്ങനെ കൂടുതൽ കരഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫിറ്റ്സ് വരും. ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് വെച്ചാൽ. അപ്പം മറ്റച്ഛന്മാരെ ഒന്നും കണ്ടില്ല, പെട്ടെന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് കുറേ പേരും കൂടി പെട്ടെന്ന് അവിടെ തന്നെ ഓടിക്കൂടി. അപ്പോൾ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി പെട്ടെന്ന് വട്ടത്തിൽ കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തലയിൽ കൈവച്ച് കുഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ആദ്യം സത്യത്തിൽ ഞാനത് പറഞ്ഞ ഉറക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതെന്നാണെന്നറിയാം, ഈശോയോട്, ഈശോയെ നാണം കെടുത്തരുത്. ഈ 6 മീറ്റർ തുണിയും തയ്പ്പിച്ചിട്ടുള്ള നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-12 വർഷമായി. നാണം കെടുത്തുവോ? ആ കുഞ്ഞ് അന്നേരം തന്നെ കരച്ചിൽ നിർത്തുകയാണ്. പിന്നീട് ആ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, കാരണം കുഞ്ഞുങ്ങൾ കരയാതിരിക്കുകയല്ലോ. പക്ഷെ പിന്നീട് ആ കൊച്ചിന് ഇതുവരെ ഫിറ്റ്സ് വന്നിട്ടില്ല. ഇന്ന് 7 വയസ്സോളം പ്രായമുണ്ട്. അവൾ നല്ല മിടുക്കിയായിട്ട് സ്കൂളിലൊക്കെ പോയി പഠിച്ച് നല്ല മിടുക്കിയായിട്ട് നടക്കുന്നു. ആ പേരൻസും ഇടയ്ക്ക് വിളിക്കും, നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്നു, ഓടിച്ചാടി നടക്കുന്നു. പിന്നീട് ഇതുവരെ ഫിറ്റ്സ് വന്നിട്ടില്ല.
നമ്മൾ വിശ്വാസത്തോടെ, ഞാനെന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തേക്കരുത്, നിൻ്റെ കൂടെ ഈ പണിക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് പറയാം നാണം കെടുത്തുക. അപ്പം നമ്മളെ നാണം കെടുത്തത്തില്ലെന്നേ. നിങ്ങൾ ധ്യാനിക്കാൻ വരും, നിങ്ങൾ IMS പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു, നിങ്ങൾ അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കുമെന്ന്, നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു, നിങ്ങൾ അണക്കരയിൽ ഡൊമിനിക്കസിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചെന്ന് പറയുന്നു, വേളാങ്കണ്ണി പോയി അപ്പോൾ ചിലവരുണ്ട് ഈ വിശ്വാസത്തിനൊക്കെ എതിരായിട്ട് നിൽക്കില്ല, നമ്മുടെ അയൽക്കാരായിരിക്കാം, നമ്മുടെ അടുത്തുള്ളവർ, നമ്മളെ പരിചയമോ വലിയ ധ്യാനിക്കാൻ പോയി പ്രാർത്ഥിക്കാൻ പോയിട്ട് നിനക്ക് എന്തായി? അവരുടെ അത്തരമുള്ള ചോദ്യങ്ങൾക്കൊക്കെ തമ്പുരാൻ മറുപടി കൊടുത്തോളൂ. നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ നമ്മൾ എവിടെ പ്രാർത്ഥിക്കാൻ പോയാലും നമ്മളത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാകട്ടെ, ആരാധനയിൽ പങ്കെടുക്കുവാകട്ടെ, ധ്യാനത്തിൽ പങ്കെടുക്കുവാകട്ടെ, ജപമാല ചൊല്ലുവാകട്ടെ, അത് പൂർണ്ണ മനസ്സോടെയും ബോധ്യത്തോടെയും കിട്ടിയാൽ പോരട്ടെ എന്ന ആറ്റിറ്റ്യൂഡിൽ ഒന്നും ചെയ്തേക്കരുത്. അനന്യാസും സഫീറയും ഇത് ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിനക്ക് കൊണ്ട് ശിഷ്യന്മാരുടെ കാൽപാദത്തെങ്കിലും അങ്ങ് കാഴ്ചവെക്കുവാന്നും പറഞ്ഞ് ഇറങ്ങി. പക്ഷെ മുഴുവനും കൊടുത്തായിരുന്നോ? ഒരു കുറച്ച് മാറ്റി വെച്ചു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കുറച്ച് മാറ്റി വെച്ചപ്പോൾ അവരോട് തമ്പുരാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് നിങ്ങളെ ആരും നിർബന്ധിച്ചതാണോ? അല്ല, നിങ്ങൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ. നിങ്ങളോട് IMS പോയിട്ട് വാ എന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പിടിച്ചു കയറ്റി ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടോ? ആരും പിടിച്ചുകൊണ്ട് കൊണ്ടിരുത്തില്ല. നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് നിങ്ങൾ വന്നതാ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ, നിങ്ങൾ വിശ്വസിച്ച് വന്നതാ. ഇവിടെ IMS അമ്മ നിങ്ങൾക്ക് അനുഗ്രഹം തരുമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ വന്നിരിക്കുന്ന, ആരും നിർബന്ധിച്ച് ഉന്തിത്തള്ളി കൊണ്ട് വിട്ടോന്നുമല്ല. ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ നിർബന്ധത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവരുടെ കാര്യം തമ്പുരാൻ നോക്കിക്കോളും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ വലിയ മാറ്റത്തിൻ്റെ, അനുഭവത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വലിയ കാരുണ്യത്തിൻ്റെ കൃപ പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ചിലതൊക്കെ ചിലരെയൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് വലിയ അനുഗ്രഹത്തിൻ്റെ കൃപ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ആദ്യം ആ ചാലിലേക്ക്, ആ കൃപയുടെ അരുവിയിലേക്ക് ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് കൊണ്ട് നിർത്തണ്ടേ. അങ്ങനെ കൊണ്ടേ നിർത്തി നമ്മൾ അറിയുന്നത്. അപ്പം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ അത് പൂർണ്ണമായ വിശ്വാസത്തോടും ബോധ്യത്തോടെ ഇതെനിക്ക് കിട്ടും, ഇതെനിക്ക് വേണം, അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട്, ആ ഒരു കൃപയോട് ചേർന്ന് നിൽക്കാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട്. ഇനി നിങ്ങളുടെയൊക്കെ മക്കൾ പഠനത്തിൽ ആയിരിക്കുന്നവരില്ലേ, മക്കൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ വിഷമം, ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ ഇരിക്കുന്നവർ, പല വിധത്തിലുള്ള എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകളോ മറ്റ് IELTS, OET, ജർമ്മനോ ഒക്കെ കുറേ എഴുതി ഇതുവരെ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവരൊക്കെ കാണിയില്ലേ? അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർ കാണും. ഇംഗ്ലീഷ് കുറേയൊക്കെ എനിക്കറിയാം, എന്നിട്ടും പോയിട്ട് പരീക്ഷ എഴുതിയിട്ടൊന്നും എനിക്ക് ജയിക്കുന്നില്ല. പരീക്ഷാ ഫീസായിട്ട് തന്നെ കുറേ അധികം ഫീസ് അടച്ചവരൊക്കെ ഉണ്ട്. പല പ്രാവശ്യം നമുക്കറിയാം, ഇപ്പോൾ ജർമ്മൻ എക്സാം എഴുതുന്നു, അല്ലെ IELTS, OET ഒക്കെ എത്ര രൂപ എക്സാമിൻ്റെ ഫീസ് അടച്ചാലാണ്. ഇല്ലെ എൻട്രൻസ് കോച്ചിങ്ങുകൾക്കൊക്കെ പോകുന്നവരുണ്ട്, എത്രയോ ലക്ഷങ്ങൾ ഫീസ് അടച്ചിട്ടും നല്ല രീതിയിലൊരു മാർക്ക് കിട്ടാത്ത. ഇനി ഒത്തിരി പഠിച്ചു കഴിഞ്ഞു, നല്ല BEd MD ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ PG ഒക്കെ എടുത്ത് ഡോക്ടറേറ്റ് വരെ പോയിട്ട് ഒരു നല്ല ജോലി കിട്ടുന്നില്ല. പലതരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ജോലി, ഇൻ്റർവ്യൂവിനും അപ്പോൾ എല്ലാം അറിയാമെങ്കിലും, നല്ല ഭാഷാ പ്രാവീണ്യം ഉണ്ട് എങ്കിലും, നല്ല രീതിയിലെല്ലാം പഠിച്ച് നല്ല റാങ്കൊക്കെ ഉണ്ടെങ്കിലും ഇൻ്റർവ്യൂവിന് ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ പോയിരിക്കുമ്പോഴത്തേനും പേടിയാവുകയാണ്, മുട്ടിടിക്കുകയാണ്, വാക്കുകൾ കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഇല്ല ജോലിക്ക് എവിടെയെങ്കിലും കയറിയ പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയൊക്കെ വിഷമിക്കുന്ന കുറേ അധികം പേരുണ്ട്. അവിടെയും പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥമുണ്ട്, പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയുണ്ട്. ഞാൻ എൻ്റെ ഒരു കൊച്ചു അനുഭവം പറയാം. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് 2003 2003 നിങ്ങൾക്കറിയാം, അന്ന് റാങ്ക് സിസ്റ്റത്തിൻ്റെ കുറച്ച് പേരെങ്കിലൊക്കെ ആ സമയങ്ങളിൽ എക്സാം എഴുതിയവരുണ്ട്. ഇന്നത്തെ പോലെ A+ൻ്റെ ഒന്നും സമയമല്ല, റാങ്ക് സിസ്റ്റത്തിൻ്റെ ഒരു സമയമാണ്, അതിൻ്റെ അവസാനത്തെ വർഷമാണ്. പക്ഷെ അന്ന് തന്നെയാണ്, ആ മാർച്ച് മാസത്തിൽ തന്നെയാണ് ക്രിക്കറ്റിൻ്റെ ലോകകപ്പ് നടക്കുന്നത്, ക്രിക്കറ്റ് കളി. അപ്പോൾ ക്രിക്കറ്റ് കളിയോടുള്ള അമിതമായ ആവേശം, ഇന്നും ക്രിക്കറ്റിനോടും മറ്റ് സ്പോർട്സിനോടുമൊക്കെയുള്ള മറ്റ് കളികളോടൊക്കെയുള്ള ആവേശം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 2003 ആ ലോകകപ്പിൽ ഇന്ത്യ ആദ്യത്തെ കളിയിൽ ഇന്ത്യ തോറ്റു പോകുന്നു. അങ്ങനെ ഇവിടെ എല്ലാം കളിക്കാരുടെ വീടുകളിൽ കരിയോയിൽ ഒഴിക്കുന്നു. അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ പിന്നീടുള്ള ഓരോ കളിയും ഇന്ത്യ ജയിച്ചു കയറി ഇന്ത്യ ഫൈനലിൽ എത്തുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാട്ടോ SSLC പരീക്ഷയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ക്രിക്കറ്റ് കളിയുടെ പുറകെ പോകുന്നു. ക്രിക്കറ്റ് കാണാനായിട്ട് നമുക്കറിയാം എത്രയോ മണിക്കൂറുകൾ, 2 ടീമും 50 ഓവർ കളികളൊക്കെ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എത്രയോ മണിക്കൂർ നമ്മുടെ കടന്നു പോകും. അങ്ങനെ TV-യുടെ മുമ്പിലിരുന്ന് നമ്മൾ കണ്ട് നമ്മുടെ സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇന്ത്യ ഫൈനലിൽ കയറി. ഇന്നത്തെ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടാവും, ഫൈനലിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ ദാരുണമായിട്ട് പരാജയപ്പെട്ടു പോവുകയാണ്. ഓസ്ട്രേലിയയോട് ഇന്ത്യ ദാരുണമായിട്ട് പരാജയപ്പെടുന്നു. അതിൻ്റെ ഭയങ്കര ദുഃഖത്തിൽ, സങ്കടത്തിൽ ഇരിക്കുകയാണ്. SSLC പരീക്ഷയിൽ ഞാൻ എന്തായാലും ദാരുണമായിട്ട് പരാജയപ്പെട്ടില്ല, പക്ഷേ നല്ല മാർക്ക് കിട്ടേണ്ടിയിരുന്ന ഞാൻ,
ഏറ്റവും കുറഞ്ഞ മാർക്കിൽ പാസ്സായിട്ട് കടന്നു പോവുകയാണ്. അന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. ഡാഫോഡിൽസ് എന്ന് പറഞ്ഞൊരു പദ്യം എഴുതാനുണ്ട് ഇംഗ്ലീഷ് പരീക്ഷ എഴുതുമ്പോൾ. അപ്പോൾ ഈ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ പദ്യം അതിന് മുമ്പിലത്തെ വർഷം 2002-ലും 2001-ലും 2000-ലും ഇത് പരീക്ഷയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം അത് വരില്ല, അതിന് പകരം വേറെ ഒരു രണ്ടാമത്തെ ചാപ്റ്റർ, റോഡ് ലെസ് ട്രാവൽഡ്, വേറൊരു ചാപ്റ്ററുണ്ട്, വേറൊരു പദ്യമുണ്ട്, അതേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാനും അത് പഠിച്ചു വെച്ചു. കൃത്യമായിട്ട് വീണ്ടും 2003 ഈ ഡാഫോഡിൽസ് തന്നെ ചോദിക്കുന്നു. അതിൻ്റെ 8 വരി എഴുതാനാവാതെ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ 4 വരികളൊക്കെ എഴുതി വെച്ച് ഇംഗ്ലീഷ് ഫസ്റ്റിനും സെക്കൻഡിനും കൂടി 10 20 കിട്ടിയാൽ മതി, എങ്ങനെയോ 10 കിട്ടി, 19 20 കിട്ടി, അങ്ങനെ കണക്കിനും എല്ലാം അങ്ങനെ കിട്ടി എങ്ങനെയൊക്കെയോ ജയിച്ചു വരിക. അതിനുശേഷം സെമിനാരിയിൽ വരുന്നു. സെമിനാരിയിൽ വന്നപ്പോൾ അമ്മയെ പിരിഞ്ഞു പോകുന്നതിൻ്റെ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒന്നും സങ്കടങ്ങളല്ല. സെമിനാരി വന്നിരുന്നപ്പോഴുള്ള നമ്മുടെ ഏറ്റവും വലിയ സങ്കടം, എല്ലാ ആഴ്ച ഇംഗ്ലീഷിൻ്റെ പരീക്ഷയുണ്ട്, മറ്റ് ലാംഗ്വേജുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര ഡിസംബർ ആയിട്ടും എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും ഇന്നും ചിലപ്പോഴൊക്കെ എനിക്ക് സംശയം വരുന്നു. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നിങ്ങൾ ഗ്രാമർ പഠിക്കുന്നവർക്കറിയാം. ഇന്ന് നമ്മുടെ പിള്ളേരെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറ്. പക്ഷേ അന്ന് ആ ലാംഗ്വേജ് പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, അതിൻ്റെ ഗ്രാമർ പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, നന്നായിട്ട് പറയാൻ പറ്റും, വായിച്ചാൽ മനസ്സിലാകും, ഇതെല്ലാമാണ്. പക്ഷേ അതിൻ്റെ ഗ്രാമറിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ സ്ട്രഗിൾ ചെയ്യും. അവിടെയും പരിശുദ്ധ അമ്മ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് IELTS എക്സാം എഴുതി ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു സ്കോറോടുകൂടി IELTS എക്സാമൊക്കെ ഞാൻ പാസ്സാവുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ ഇങ്ങനെ പഠിക്കാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡിസംബർ മാസമൊക്കെ ആയപ്പോൾ 2003 ഞാൻ അമ്മയോട് അവധിക്ക് ചെന്നപ്പോൾ, ക്രിസ്മസിൻ്റെ അവധിക്ക് ചെന്നപ്പോൾ പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഈ പരിപാടി. കാരണം മുന്നോട്ട് പോകുമ്പോൾ മറ്റ് പല ഭാഷകൾ പഠിക്കാനുണ്ട്, അതൊന്നും പഠിക്കാനോ ഈ തിയോളജി ഫിലോസഫി ഒന്നും പഠിക്കാനോ. അപ്പം അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, പഠിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നീ നിർത്തിപ്പോരരുത്. മറ്റേതെങ്കിലും, നിനക്കിപ്പോൾ ഇത് ഇഷ്ടമില്ല, നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, മറ്റേതെങ്കിലും കാരണമൊക്കെയാണ്, നീ പോരെ. പഠിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിർത്തിപ്പോരരുത്. നീ തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടേ ക്ലാസ് റൂമിൽ. അതെന്നോട് 2003 21 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നാണ്. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ ക്ലാസ് റൂമുകളിലും കയറുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ മെയ് മാസം വരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കോട്ടയത്ത് ദർശന അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു. അതിനു മുമ്പ് പാലായിൽ ചാവറ സ്കൂളിലായിരുന്നു. അവിടെയൊക്കെ പഠിപ്പിക്കാനായിട്ട് കയറുമ്പോൾ, ക്ലാസ് റൂമുകളിൽ കയറുമ്പോൾ ഈ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മാത്രമേ ഞാൻ കാലെടുത്ത് വെച്ചിരുന്നുള്ളൂ. അങ്ങനെ അമ്മ എന്നോട് അത് 2003 പറഞ്ഞു തരുന്നു. ഞാൻ ക്ലാസ് റൂമിൽ കയറി എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ്സും ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുമ്പോൾ, അവിടെ സെമിനാരി പഠിപ്പിക്കുമ്പോൾ ഞാൻ അങ്ങനെ കയറിയിരിക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു, പഠിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പോകുന്നു. വീണ്ടും പൂഞ്ഞാറ് സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൽ +1 +2 പഠിക്കാനായിട്ട് ഞാൻ ചെല്ലുന്നു. ഈ അമ്മ പറഞ്ഞു തന്നതുപോലെ പഠിക്കാൻ പറ്റില്ലെന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് SSLCക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് മേടിച്ച് SSLC പരീക്ഷ പാസ്സായി കടന്നു പോയ ഞാൻ, പഠിക്കാൻ പറ്റുന്നില്ലെന്ന കാരണം കൊണ്ട് സെമിനാരിയിൽ നിന്ന് നിർത്തിപ്പോയേക്കാമെന്ന് വിചാരിച്ച ഞാൻ ഈ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മാത്രം ഞാൻ ഈ ക്ലാസ് റൂമുകളിലേക്ക് കാലുവെച്ച് കയറാൻ തുടങ്ങിയപ്പോൾ 2006 +2 പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ കേരള റാങ്കോട് കൂടിയാണ് ഞാൻ +2 പാസ്സാവുന്നത്. എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന സ്ഥിരമായിട്ട്. അതിനുശേഷം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ ഡിഗ്രി പാസ്സായതും ഫിലോസഫി പഠിച്ചതും തിയോളജി പഠിച്ചതും ഒക്കെ നല്ല മാർക്കോട് കൂടി തന്നെയാണ് പാസ്സായത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ IELTSൻ്റെ എക്സാമും നല്ല മാർക്കോട് കൂടിയിട്ടാണ് ഞാൻ പാസ്സായത്. ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയും, അവരത് കൃത്യമായിട്ട് പാലിച്ച് എൻട്രൻസ് എക്സാമിലും സ്കൂളിലെ ബോർഡ് എക്സാമിലും ഒക്കെ ഏറ്റവും നല്ല മാർക്ക് മേടിച്ച കുഞ്ഞുങ്ങളുണ്ട്. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സിറോ മലബാർ കുർബാനയുടെ കുദാശവദനം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരു വരിയുണ്ട്, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കിയെന്ന്. ബുദ്ധിക്ക് പ്രകാശം നൽകി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നിമിഷം പോസ് ചെയ്യും. കാരണം ഈ ബുദ്ധിക്ക് വളരെ മിനിമം മാർക്കോടെ 10ാം ക്ലാസ് പാസ്സാവാനുള്ള ബുദ്ധി ഉണ്ടായിരുന്ന എന്നെ
റാങ്ക് മേടിച്ച് +2 പാസ്സാകാൻ മാത്രം ഒരുക്കിയത്, ഈ ബുദ്ധിക്ക് പ്രകാശം നൽകിയത് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ, ഈശോയുടെ വലിയ കൃപ. അപ്പം നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് ഇൻ്റർവ്യൂവിനൊന്നും പോയിട്ട് ഒരു സാധ്യതയില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ, പരീക്ഷ പാസ്സാവാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ, കുറേ പരീക്ഷകൾ എഴുതിയിട്ട് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എത്രയും ദയുള്ള മാതാവ് എവിടെ പരീക്ഷയ്ക്ക്, ഏത് ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ, ഏത് ജോലി സ്ഥലത്തേക്ക് കയറുമ്പോൾ കാരണം ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് മനോഹരമായിട്ടൊരു വചനമുണ്ട്, ഇന്ന് വരെ അപേക്ഷിച്ചവരെ നീ ലോകത്തിൽ ആരെയും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മളെ മാത്രമായിട്ട് കൈവിടുവോ? നമ്മളൊരാളെ മാത്രമായിട്ട് അമ്മ കൈവിടുകയില്ല, ഇതുവരെ കൈവിട്ടിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. നിങ്ങൾ പൂർണ്ണമായും ബോധ്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇതെൻ്റെ കൊച്ച് അനുഭവങ്ങളാണ്. പ്രാർത്ഥിച്ചവിടത്തൊക്കെ, പരിശുദ്ധ അമ്മയോട് ചോദിച്ചവിടത്തൊക്കെ കൃത്യമായിട്ട് അമ്മ ഈ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മയോട് പാടി പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാവരും, സാധിക്കുന്നവർ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ഏറ്റവും ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രോഗാവസ്ഥയാവാം, കടബാധ്യതയാവാം, ജോലി കാര്യങ്ങളാവാം, മക്കളെ ഓർത്തുള്ള ആകുലതകളോ വ്യാകുലതകളോ മദ്യത്തിനോ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോയിട്ടുള്ള അമ്മ ഈശോയിലൂടെ അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് അത് പ്രവർത്തിക്കും. അത്രയും ബോധ്യത്തോടെ, അത്രയും വിശ്വാസത്തോടെ, അത്രയും കണ്ണീരോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ ഇത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കാലിലെ ആണിരോഗം മാറിയതുപോലെ, ഈശോയുടെ തിരുരക്തമാകുന്ന ഒറ്റമൂലി കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിഡ്നി സ്റ്റോൺ മാറിയെന്ന് ഞാൻ പറഞ്ഞതുപോലെ, കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു തുള്ളി വെള്ളവും കൂടി കാസയിൽ ഒഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ കടബാധ്യത ആ മനുഷ്യൻ്റെ മാറിപ്പോയതുപോലെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചേ. എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അനേകർക്കത് അനുഗ്രഹമായിട്ട് മാറി. എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറിപ്പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ലളിതമായ വിശ്വാസത്തോടെ, ഏറ്റവും സിമ്പിളായ വിശ്വാസത്തോടെ നിങ്ങൾ ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു. ഈ നിമിഷം ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അമ്മ ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കും. അമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട്, അമ്മയുടെ മാധ്യസ്ഥത്തിന് വിലയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഏതെങ്കിലും രീതിയിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ മരിച്ചുപോയവരുണ്ടാകാം, കടന്നുപോയവരുണ്ടാവാം, നമ്മുടെ കൂടെ ആയിരിക്കുന്നവരുണ്ടാകാം, മറ്റു സ്ഥലങ്ങളിൽ അവരോട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് മാപ്പി ചോദിക്കാം. അമ്മമാർ നൽകിയ സ്നേഹത്തിന് തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏറ്റവും ആഗ്രഹത്തോടെ ഇന്ന് വരെ അപേക്ഷിച്ച ആരെയും ഉപേക്ഷിക്കാത്ത അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഏറ്റവും വിശ്വാസത്തോടെ എത്രയും ദയുള്ള മാതാവേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാടും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാടും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണ തന്നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണ തന്നിറകുടമാകുമമ്മേ. കനിവോടെ
ചേർന്ന് പാടാം. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നെടുവീർപ്പും കണ്ണീരും മാത്രമാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് കൈമുതലായിട്ടുള്ളത്. അമ്മയുടെ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള സങ്കടങ്ങൾ, ഞങ്ങളുടെ രോഗാവസ്ഥകൾ, കടബാധ്യതകളെല്ലാമായിട്ട് അമ്മയോടൊപ്പം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നേരെ അമ്മയുടെ കണ്ണുകൾ തിരിക്കണമേ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമി പാപികൾ തനയരല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമി പാപികൾ തനയരല്ലോ. അളവില്ലാ നിന്ദയമായി അഭയത്തിനെത്തുന്നു സാധുശീല. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയായ അംബികെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം പുലരുവാനായിട്ട്, തിരുവചനം വായിക്കപ്പെടുവാനായിട്ട്, തിരുവചനം ശ്രവിക്കപ്പെടുവാനായിട്ട്, കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയി ഞങ്ങളുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ കൃത്യമായിട്ടുണ്ടാകും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചകളെല്ലാം മാറിപ്പോകുവാനായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമംബികെ നന്മ പൂർണ്ണേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമംബികെ നന്മ പൂർണ്ണേ. അവനിൽ സുതരുടെ യാചനകൾ അറിവോടെ കേട്ടു നീ അഭയമേകൂ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ